മഹാരാഷ്ട്രയിൽ മുസ്ലിം സമുദായത്തിനുള്ള സംവരണം മതാടിസ്ഥാനത്തിലുള്ള സംവരണം നിർത്തലാക്കിയല്ലോ സർ. അത് നിർത്തലാക്കിയതല്ല. 2014 ഈ മുസ്ലിമിൽപ്പെട്ട ഒരു വിഭാഗം ജനങ്ങൾക്ക് കൈവേലക്കാരായ മുസ്ലിങ്ങളുണ്ട്. ആ കൈവേലക്കാരായ മുസ്ലിങ്ങൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ താമസിക്കുന്നവരാണെന്നും കൈവേലക്കാരായ മുസ്ലിങ്ങൾ ദാരിദ്ര്യരേഖയ്ക്ക് കീഴെയാണ്, അവർ അതിദരിദ്രരാണ്, അവരുടെ ജീവിതം ദുസ്സഹമാണ്, അതുകൊണ്ട് അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കണം, സംവരണ ആനുകൂല്യങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് റഹ്മാൻ എന്ന് പറഞ്ഞ ഒരു IAS കമ്മീഷനാക്കി വെച്ചിട്ട് ഒരു റിപ്പോർട്ടൊക്കെ ഗവൺമെൻറ് മേടിച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 40ഓളം വരുന്ന 50ഓളം വരുന്ന വിഭാഗങ്ങളെ ഒരുമിച്ചാക്കിയിട്ട് ഒരു സ്പെഷ്യൽ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവർക്ക് ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിൻ്റെ അടിസ്ഥാനത്തിൽ 5% സംവരണം കൊടുക്കുകയുണ്ടായത്. അതോടൊപ്പം മറാഠികൾക്ക് 16% സംവരണവും ഏർപ്പാടാക്കി. ഈ മറാത്തികൾക്ക് 16% സംവരണം കൊടുത്ത കാര്യം റദ്ദ് ചെയ്യപ്പെട്ടതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങളുടെ പേരിൽ സംവരണം കൊടുക്കാനായിട്ട് ഇന്ത്യൻ ഭരണഘടന അംഗീകാരം നൽകുന്നില്ല എന്ന് പറഞ്ഞാൽ റദ്ദ് ചെയ്തു. അപ്പോഴും ഇത് നിലനിന്ന് ഇവിടെ. പക്ഷേ ഇത് എക്സിക്യൂട്ടീവ് ഓർഡർ ആയതുകൊണ്ട് അത് ഫോർ എവർ ആയിരുന്നില്ല, എന്നേക്കും ആയിരുന്നില്ല, ഒരു പിരീഡ് വെച്ചിരുന്നു. ആ പിരീഡ് ഈയിടെ അവസാനിച്ച് കഴിഞ്ഞപ്പോൾ അത് പുതുക്കിയില്ല. ഫലത്തിൽ മുസ്ലിങ്ങൾക്ക് സംവരണം ഇല്ലാതെയായി എന്നുള്ളതാണ് വസ്തുത. ഇത് 2014 തുടങ്ങിയതാണ്. അതാണ് ഇപ്പോൾ ഇല്ലാതാക്കിയത്. അപ്പോൾ ഇത് ഇല്ലാതായത് ശരിയാണ്, വ്യത്യാസം ഉണ്ടല്ലോ സർ. അപ്പോൾ അതാണ് ഇല്ലാതെ. മതാടിസ്ഥാനത്തിൽ അങ്ങനെ സംവരണം കൊടുക്കാൻ ഇല്ല. ഇന്ത്യൻ ഭരണഘടന മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംവരണം കൊടുക്കാനായിട്ട് ഒരിക്കലും നിശ്ചയിച്ചിട്ടില്ല. ഈ സംവരണം എന്നുള്ള പ്രശ്നം ഭരണഘടനാ നിർമ്മാണ സഭയിൽ ചൂടേറിയ ചർച്ചകൾക്ക് കാരണമായ ഒരു സാധനമാണ്. എന്താണ് സംവരണം? ഈ സംവരണം കൊണ്ട് പ്രയോജനം ഉണ്ടാകുമോ? ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഈ വിഭാഗക്കാർക്കെല്ലാം പ്രയോജനം ഉണ്ടാകുമോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്നിരുന്ന സമാജ ബന്ധുക്കൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ എല്ലാ മെമ്പർമാരും സജീവമായി ചർച്ച ചെയ്തൊരു വിഷയമാണ്. ഒരു സബ് കമ്മിറ്റി തന്നെ ഉണ്ടാക്കി, ആ സബ് കമ്മിറ്റിയും വിശദമായിട്ട് ചർച്ച ചെയ്ത്, അതുകൂടാതെ ഈ അസംബ്ലിയിലെ മിക്കവാറും എല്ലാവരും തന്നെ അതിനകത്ത് അഭിപ്രായം പറഞ്ഞിട്ടുള്ളൊരു വിഷയമാണ്. ഭരണഘടനാ സമിതിയില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കാൻ പറ്റില്ല എന്ന് പറയാനുള്ള കാരണം, ഈ ജാതി വ്യവസ്ഥ എന്നുള്ളത് ഹിന്ദു മതത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. പ്രവാചക മതങ്ങളിലെങ്ങും ജാതിയില്ല. ക്രിസ്തു മതത്തിൽ ജാതിയില്ല, യഹൂദ മതത്തിൽ ജാതിയില്ല, ഇസ്ലാം മതത്തിലും ജാതിയില്ല. അവിടെ ജാതിയില്ല. ഇന്ത്യയിലാണ്, ഹിന്ദു മതത്തിലാണ് ജാതി ശ്രേണി വന്നത്. ആ ജാതി ശ്രേണിയിലെ ആദ്യത്തെ സവർണ വിഭാഗം എന്ന് പറയുന്ന 4 വർണ്ണങ്ങളിൽപ്പെട്ടവരെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ മഹാഭൂരിപക്ഷം വരുന്നത് പഞ്ചമരാണ്, 5ാം വിഭാഗം. അവരാണ് പഞ്ചമരെന്ന് പറയുന്നത്. ആ 5ാം വിഭാഗത്തിൽപ്പെട്ടവരുടെ ജീവിതം താരതമ്യേന വളരെ പ്രയാസകരമാണ്. അതിൽ ഏറ്റവും താഴേക്കിടയിലുള്ളവരാണ് ഷെഡ്യൂൾ കാസ്റ്റും ഷെഡ്യൂൾ ട്രൈബും. ആ ഷെഡ്യൂൾ കാസ്റ്റിനും ഷെഡ്യൂൾ ട്രൈബിനുമാണ് സംവരണം ഏർപ്പെടുത്തിയത്. ആ സംവരണം എന്ന് പറഞ്ഞാൽ എന്നേക്കുമായിട്ട് സംവരണം ഏർപ്പെടുത്തിയിട്ടില്ല. ഈ സമുദായത്തിൽപ്പെട്ട ഈ ബാക്ക്വേർഡ് പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടവരെ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു അഫർമേറ്റീവ് ഡിസ്ക്രിമിനേഷനാണത്, വിവേചനമാണ് നമ്മൾ നടത്തുന്നത്. ആ വിവേചനം നടത്തുന്നത് എന്തിനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജാതി ശ്രേണിയിൽ സഹസ്രാബ്ദങ്ങളായി പീഡനം അനുഭവിക്കുകയും പിന്നാക്കം നിൽക്കുകയും ചെയ്യുന്ന ഇവരെ ഈ മെയിൻ ജാതികളോടൊപ്പം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്താനാണ് ഇതുള്ളത്, അല്ലാതെ എന്നേക്കുമായിട്ടല്ല. കാരണം സംവരണത്തിൽ തന്നെ പ്രശ്നങ്ങളുണ്ട്. കാരണം ഇതിനെ ഒരു മെരിറ്റ് എടുക്കുന്ന സമയത്ത് മെരിറ്റ് കുറവാണല്ലോ ഇതിനകത്ത് നമ്മൾ പരിഗണിക്കുന്നത്. പക്ഷേ മെരിറ്റ് കുറവിനെ നമുക്കൊരിക്കലും ഒരു മാനദണ്ഡമായി സ്വീകരിക്കാൻ ഒരു സമൂഹത്തിനും സാധ്യമല്ല. നമ്മൾ മെരിറ്റിലേക്ക് വരുന്ന. പക്ഷെ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ ഈ പരീക്ഷയൊക്കെ നടക്കുന്ന സമയത്ത് ആ പരീക്ഷയിലൊക്കെ വരുന്നവരുടെ മാർക്കുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഷെഡ്യൂൾ കാസ്റ്റിൻ്റെയും ഷെഡ്യൂൾ ട്രൈബിൻ്റെയും ഒക്കെ മാർക്കും വളരെ ഉയർന്ന മാർക്കിലേക്ക് അവരെത്തിക്കഴിഞ്ഞു.
കാരണം 2ഉം 3ഉം തലമുറ കഴിഞ്ഞപ്പോഴേക്കും അവരുടെ മക്കളും ആ മക്കളുടെ മക്കളും ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവരുടെ സാമൂഹിക പശ്ചാത്തലം മാറുകയും അവരുടെ ഈ IQ നിലവാരം നേരത്തെ ഉണ്ടായിരുന്നത് തന്നെ കുറേ കൂടി ഷൈൻ ചെയ്യുകയും ചെയ്യുന്നൊരവസ്ഥ വന്നു എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അതുകൊണ്ട് ഈ വിഭാഗത്തിൽ ഹിന്ദുമതത്തിലെ ജാതിഭേദ വിവേചനം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഇത് ഏർപ്പെടുത്തിയത്. അതുകൊണ്ട് ഇതിന് മതവുമായി യാതൊരു ബന്ധവുമില്ല. അപ്പൊ സത്യത്തിൽ ഈ കാലം അത്രയും ഇവര് ആർജിച്ചു കൊണ്ടിരുന്നത് ഇല്ലാത്ത ഒരു കാര്യം അല്ല, തെറ്റാണത്. ആ. തെറ്റായിട്ടുള്ളതാണ്. കാരണം മുസ്ലിം, ക്രിസ്ത്യൻ, ജൂത വിഭാഗങ്ങൾക്ക് സംവരണം കൊടുക്കുന്നത് തെറ്റായ തീരുമാനമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിലൊന്നും ജാതി ഒരു ഘടകമല്ല. അതെ സാർ, ഇപ്പൊ പറഞ്ഞതുപോലെ ആണെങ്കിൽ ഇപ്പൊ ഇത്രയും നാളും ഈ ഒരു സ്റ്റേറ്റില് മഹാരാഷ്ട്രയിൽ ഇത് ഇത്രയും നാളും അനുവർത്തിച്ചു പോകുന്നത് ഇത്തരത്തിലൊരു തെറ്റായ, അതായത് ഒരു പ്രീണനത്തിന്റെ ഭാഗമായിട്ടായിരിക്കും. ആണ്, ഒരു സംശയവും വേണ്ട. മുസ്ലിം വോട്ടുകൾ സ്വാധീനിക്കുന്നതിന് വേണ്ടി, മുസ്ലിം പ്രീണനം നടത്തുന്നതിന് വേണ്ടി അവരുണ്ടാക്കിയെടുത്തൊരു സംവിധാനമായിട്ട് ആണ് അതെന്ന് പറഞ്ഞാൽ അവർക്ക് നിഷേധിക്കാൻ പറ്റില്ല. അത് സത്യമാണ്, വസ്തുതയാണ്. അപ്പോൾ ഇവർ ഇത്രയും നാളെ ഇതിനു വേണ്ടി ചെയ്തു. അപ്പോൾ സ്വാഭാവികമായും അതിന്റെ ഒരു കാലാവധി കഴിഞ്ഞപ്പോൾ പുതുക്കിയില്ല. അത് പുതുക്കേണ്ടതിന്റെ ആവശ്യം ശരിക്കും പറഞ്ഞാൽ സാറ് അതായത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് സംവരണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. പക്ഷെ അതിന് ചെയ്തേക്കുന്ന ഒരു കൈവേല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു പ്രത്യേക വിഭാഗമായിട്ട് സ്പെഷ്യൽ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ആക്കി മാറ്റിയിട്ട് അതിന് അവർക്ക് ഇത് കൊടുക്കുകയാണ്, ജാതി സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. അത് തെറ്റാണ്. കാരണം ഇസ്ലാമിൽ ജാതിയില്ല, സാധുതയില്ലാത്ത ഒരു കാര്യത്തെ അല്ല, മതപരമായി പോലും അത് തെറ്റാണ്. കാരണം ഇസ്ലാം മതത്തിൽ, തങ്ങളുടെ മതത്തിൽ ജാതി ഉണ്ടെന്ന് അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ക്രിസ്തു മതത്തിനും അവരുടെ മതത്തിൽ ജാതി ഉണ്ട് എന്ന് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പം മതത്തിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ഇല്ലാത്ത ജാതിയെ ഉണ്ടെന്ന് സങ്കല്പിച്ചിട്ട് ആ ജാതി പിന്നാക്കമാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് ചെയ്തത്. ഇത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ആ തെറ്റ് തിരുത്തി എന്നുള്ളതാണ്. ഫഡ്നാവിസ് സത്യത്തിൽ ആ തെറ്റ് തിരുത്തുകയാണ്. അല്ല, അത് ആ ഓർഡറിൻ്റെ കാലാവധി കഴിഞ്ഞപ്പോൾ ആ തെറ്റ് ആവർത്തിച്ചില്ല. ശരിക്കും ഇത്തരത്തിലുള്ള കാര്യം സാറ് പറഞ്ഞ പോലെ ആന്ധ്രയിലോ ഒക്കെ ഇത്തരത്തിലുള്ള അല്ല, അങ്ങനെ കേരളത്തിലുണ്ടല്ലോ. കേരളത്തിൽ മുസ്ലിം സംവരണം ഉണ്ടല്ലോ PSCയുടെ ഇതിൽ. അത് എന്തടിസ്ഥാനത്തിലാണ് ഈ സാർ ഇപ്പൊ പറഞ്ഞ പോലെ ഇല്ലെങ്കിൽ ഇവർ എന്തിനാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്? അല്ല, 12% ഉണ്ട് കേരളത്തിൽ. അത് എത്രയോ കൂടുതലാണ്. 12 ക്രിസ്ത്യൻ സംവരണം ഉണ്ടല്ലോ, ലത്തീൻ കത്തോലിക്കർക്കുണ്ട് സംവരണം. പിന്നെ മറ്റേ തിരുവനന്തപുരത്തുള്ള നാടാർ ക്രിസ്ത്യന് സംവരണമുണ്ട്, പരിവർത്തിത ക്രൈസ്തവർക്ക് സംവരണമുണ്ട്. അതൊക്കെ കേരളത്തിലുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അല്ല, അത് മതത്തിൻ്റെ അടിസ്ഥാനം. അതിനകത്തെല്ലാം ഇപ്പോൾ ഇതിനകത്തൊക്കെ മതം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മുസ്ലിം സംവരണം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ റദ്ദ് ചെയ്യപ്പെട്ടു പോകും. ഒരു സംശയവും വേണ്ട. ഒരു ഗവൺമെൻറ്റിനും അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭരണഘടന തിരുത്തേണ്ടി വരും. നമ്മുടെ ഭരണഘടന മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംവരണം കൊടുക്കാൻ ആർക്കും സമ്മതം കൊടുത്തിട്ടില്ല. ഒരാൾക്കും സമ്മതമില്ല. ആകെ അതിലൊരു വ്യത്യാസം കൊടുക്കുന്ന ആർക്കാണെന്ന് വെച്ചാൽ ഷെഡ്യൂൾഡ് ട്രൈബ്. അവരെ ട്രൈബായി മാത്രം കാണുകയും ആ ട്രൈബ് ഹിന്ദു ട്രൈബും ക്രിസ്ത്യൻ ട്രൈബാണെങ്കിലും അവർക്ക് ട്രൈബിൻ്റെ പരിഗണന കൊടുക്കുകയും ചെയ്യുന്ന രീതിയുണ്ട്. അവർക്ക് ട്രൈബിൻ്റെ പരിഗണന കൊടുക്കുന്നുണ്ട്, അല്ലാത്തവർക്കില്ല. പക്ഷേ നിങ്ങൾ ഈ മഹാരാഷ്ട്രയിലെയും ബാക്കി കാര്യം പറയുമ്പോൾ കേരളത്തിൽ ഇതുണ്ട്. 12% മുസ്ലിം സംവരണമുണ്ട്, 4% ലത്തീൻ കത്തോലിക്കർക്ക് സംവരണമുണ്ട്, 1% നാടാർ ക്രിസ്ത്യന് സംവരണമുണ്ട്, 2% മറ്റേ പരിവർത്തിത ക്രൈസ്തവർക്ക് സംവരണമുണ്ട്. ഇതൊക്കെ ഇവിടെ ഉള്ള കാര്യമാണ് ഞാൻ ഈ പറയണത്. ഇതെല്ലാം മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സംവരണം കൊടുത്തിട്ടുള്ളത്. അതിലിപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലാണെങ്കിൽ അതിൽ വലിയൊരു അനീതി കൂടിയുണ്ട്. കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള ഒരു മതം എടുക്കണമെങ്കിൽ അത് ഹിന്ദുമതമാണ്. ഏറ്റവും പെർ ക്യാപിറ്റ ഭൂമിയുടെ ഉടമസ്ഥതയുള്ള ഒരു മതം എടുക്കണമെങ്കിൽ അത് ഹിന്ദുക്കളാണ്. ഇതുപോലെ എല്ലാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ളൊരു മതം എടുക്കുകയാണെങ്കിൽ ഏറ്റവും കുറവ് ഹിന്ദുക്കളാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടായിട്ട് പോലും
കേരളത്തിൽ ഈ മതപ്രീണനത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇപ്പോഴും ഈ മതസംവരണം നിലനിർത്തിക്കൊണ്ട് പോവുകയാണ്. അത് തെറ്റാണ്. തിരുത്തേണ്ട സാധനമാണത്. അവർക്ക് സംവരണം, കാരണം ദരിദ്രരെ ഇങ്ങനെയാണ് ഇവർ പറയുന്നത്. ഇപ്പം ഇവരെന്ത് ചെയ്യും? ഏറ്റവും കൂടുതലുള്ളത് നോക്കണ്ടേ? ഏറ്റവും കൂടുതൽ ദാരിദ്ര്യരേഖയ്ക്ക് കീഴിലുള്ളവർ, ഏറ്റവും കൂടുതൽ അതിദരിദ്രരുള്ളവർ, ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ളവർ, ഏറ്റവും കുറവ് ഭൂമിയുടെ ഉടമസ്ഥാവകാശമുള്ളവർ, ഏറ്റവും കുറവ് പെർ ക്യാപിറ്റ ഇൻകം ഉള്ളവർ, ഇതെല്ലാം ഹിന്ദുക്കളാണ്. പക്ഷേ മുസ്ലിങ്ങൾക്ക് ഇത് കൊടുക്കുകയാണ്. 12% സംവരണം അവർക്ക് കൊടുക്കുകയാണ്. അവരുടെ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും രാഷ്ട്രീയമായിട്ടും കേരളത്തിലെ ബാക്ക്വേർഡ് ഹിന്ദുക്കളെക്കാളൊക്കെ എത്രയോ ഉയർന്ന പദവിയിലാണ് അവരിയ്ക്കുന്നത്. പക്ഷെ ഒന്നും ആരും ചോദ്യം ചെയ്യുന്നില്ല ഇവിടെ എന്നുള്ളതാണ്. ആരെങ്കിലും ഒരാൾ ചോദ്യം ചെയ്ത് കോടതിയിൽ പോയി കഴിഞ്ഞാൽ മറാത്ത സംവരണം റദ്ദ് ചെയ്ത പോലെ ഈ സംവരണമുണ്ട്. കാരണം മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കാനായിട്ട് എവിടെയാണ് വ്യവസ്ഥ എന്നല്ലേ കോടതിക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കോടതിക്ക് ഇവർക്ക് കൊടുക്കാൻ പറയാൻ പറ്റില്ല. നിങ്ങൾ കൊടുക്കുന്ന എവിടെയാണ് വ്യവസ്ഥ എന്നല്ലേ ചോദിക്കുള്ളൂ. ആ വ്യവസ്ഥ ഇല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കേണ്ടി വരും.